ഹലോ മച്ചന്മാരെ, എസ് ന്യൂസിലേക്ക് സ്വാഗതം. കോൾ അടിച്ചത് ദുൽഖറിനാണ്. ഇന്നലെ റിലീസ് ചെയ്ത കൽക്കി എന്ന സിനിമയിൽ വ്യത്യസ്തമായ ഒരു വേഷത്തിൽ ദുൽഖർ എത്തുന്നു. ഹൈ സസ്പെൻസായി വെച്ചിരുന്ന ഒരു കാര്യം തന്നെയാണ്. ഒപ്പം കേരളത്തിൽ ഈ ഒരു സിനിമയുടെ വിതരണാവകാശം ദുൽഖർ ആയിരുന്നു നേടിയിരുന്നത്. അതായത് വേഫെയറർ ഫിലിംസാണ്. ഇന്ന് കേരളത്തിലെ കളക്ഷൻ വരുമ്പോൾ ആദ്യ ദിനം അല്ലെങ്കിൽ പ്രീ സെയിലിലൂടെ സിനിമയ്ക്ക് വന്ന കളക്ഷൻ 1 കോടി പോലും ഇല്ലായിരുന്നു എന്നുള്ളതാണ്. ബ്രഹ്മാണ്ഡ ചിത്രമായി വന്നു വലിയ രീതിയിൽ ഇവിടെ ഇറങ്ങുന്ന സിനിമയ്ക്ക് അത്രയും പോലും കളക്ഷൻ ഇല്ലായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ആദ്യ ദിനത്തെ ആദ്യ പ്രദർശനത്തിന് ശേഷം കാര്യങ്ങൾ മാറി മറിയുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ കഴിഞ്ഞു. ഏകദേശം 400-നടുത്ത് തിയേറ്ററുകളിലാണ് കേരളത്തിൽ സിനിമ റിലീസ് ചെയ്തത്. പക്ഷേ ഒരു കാര്യം ഞെട്ടിക്കുന്ന തരത്തിലാണ് വന്നത്. ഈവനിങ് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഹെവി റഷായിരിക്കുന്നു. 42% ആളുകളാണ് സിനിമ കണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ 2,85,00,000 രൂപയോളമാണ് ആദ്യ ദിനം സിനിമ നേടിയത്. വേഫെയറർ ഫിലിംസ് ഈ സിനിമ എടുത്തിരിക്കുന്നത് ഏകദേശം 6 കോടിയോളമാണ് എന്നുള്ളതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതായത് ഈ ഒരു സിനിമയുടെ 12 കോടിക്ക് അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിന് അടുത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ സക്സസ് ആകും എന്നുള്ളത് തന്നെയാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഒരു സൂപ്പർ ഹിറ്റിലേക്ക് എത്തും എന്നുള്ളത്. ഇവിടെ ആദ്യ ദിനം തന്നെ സിനിമ നേടിയിരിക്കുന്നത് 3 കോടിക്ക് അടുത്ത് ഉള്ള എമൗണ്ടാണ് തിയേറ്ററുകളിൽ നിന്ന് മാത്രമായി വന്നിരിക്കുന്നത്. രണ്ടാം ദിവസവും മികച്ച രീതിയിലുള്ള കളക്ഷൻ തന്നെയാണ് സിനിമയ്ക്ക് വരുന്നത്. അതായത് രണ്ടാം ദിവസവും സിനിമ ഏറെക്കുറെ 2.5 കോടിക്ക് മുകളിൽ ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോഴത്തെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഒരു പക്ഷേ അതിൻ്റെയും മുകളിലേക്ക് പോകും. അങ്ങനെയാണെങ്കിൽ 2 ദിവസം കൊണ്ട് 5.5 കോടിക്ക് മുകളിലേക്ക് സിനിമയുടെ കളക്ഷൻ എത്തും. അതായത് ആദ്യ ആഴ്ചയിൽ തന്നെ സിനിമ വമ്പൻ സക്സസ് ആയി മാറും എന്നുള്ള ഒരു കാര്യമാണ് കേരളത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ബ്രഹ്മാണ്ഡ ചിത്രമായി 600 കോടിക്ക് മുകളിലാണ് സിനിമയുടെ ബഡ്ജറ്റായി പറയപ്പെടുന്നതും. ഇനി മമ്മൂട്ടിയുടെ പുതിയ സിനിമ ജൂലൈ 1 സ്റ്റാർട്ട് ചെയ്യുന്നു. ഗൗതം മേനോനുമൊത്തുള്ള സിനിമ തന്നെയാണ്. ആ ഒരു സിനിമ റോൾ ഔട്ട് ആവാൻ പോകുന്നു. വ്യത്യസ്തമായ വേഷത്തിൽ ആണ് മമ്മൂട്ടി ഈ ഒരു സിനിമയിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. ആദ്യ വാരത്തിൽ കഴിഞ്ഞിട്ടായിരിക്കാം മമ്മൂട്ടി സിനിമയിലേക്ക് ജോയിൻ ചെയ്യുന്നത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഗൗതം മേനോനൊത്ത് ഒരു സിനിമ ഇറങ്ങുമ്പോൾ വേറെ വ്യത്യസ്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ മമ്മൂട്ടി ചെയ്തിട്ടില്ലാത്ത ഒരു വേഷം തന്നെയാണ്. നമ്മുടെ പ്രിയങ്കരനായ മമ്മൂക്ക ഒരു ഡിറ്റക്റ്റീവായി എത്തുന്നു എന്നുള്ള ഒരു വാർത്തയാണ് പുറത്ത് വരുന്നത്. അങ്ങനെ വരുവാണെങ്കിൽ കിടുക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. കഴിഞ്ഞ ഏകദേശം 15-16 സിനിമകൾ നോക്കുമ്പോൾ ഏറെ വ്യത്യസ്തത പുലർത്തുന്ന സിനിമകൾ തന്നെയാണ് വന്നിരിക്കുന്നത്. അങ്ങനെ 15-16 സിനിമകളല്ല, അതിന് മുമ്പുള്ള സിനിമകൾ നോക്കിയാലും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഈ കഴിഞ്ഞ 3-4 വർഷങ്ങളിൽ ഏറെ വ്യത്യസ്തത പുലർത്തുന്നു അഭിനയത്തിലും ഒപ്പം ക്യാരക്ടർ സെലക്ഷനിലും എന്നുള്ളത് തന്നെയാണ്. ഇവിടെ വീണ്ടും ഞെട്ടിപ്പിക്കുന്ന ഒരു സിനിമ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് ഗൗതം മേനോൻ്റെ കൈകളിലേക്ക് എത്തുമ്പോൾ മമ്മൂട്ടിയെ വേറൊരു തലത്തിൽ യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ കഴിയും. പല അഭ്യൂഹങ്ങളുണ്ടായിരുന്നു ഇതിലെ നായികമാരെ ചൊല്ലിയുള്ളത്. നമുക്ക് നയൻതാര ഉണ്ടാകുമെന്നുള്ളത് ആദ്യമായി വന്ന ഒരു വാർത്തയാണെങ്കിൽ പിന്നീട് അതില്ല എന്നുള്ള കാര്യങ്ങളുമൊക്കെ നമ്മൾ കേൾക്കുന്നു. ഇതുവരെ നായിക ആര് എന്നുള്ള ഒരു കാര്യം വന്നിട്ടില്ല. അതൊരു സസ്പെൻസായിട്ട് നിൽക്കുന്നു. എല്ലാവരും അത് കാത്തിരിക്കുകയും ചെയ്യുന്നു. എന്തായാലും ജൂലൈ 1 അടുത്ത മമ്മൂട്ടി പടം തുടങ്ങുമ്പോൾ വീണ്ടും സോഷ്യൽ മീഡിയ കൊഴുക്കുന്നു, ആരാധകർ കാത്തിരിക്കുന്നു. ഒപ്പം ഫിലിം ഇൻഡസ്ട്രിയും ഗംഭീരമായിട്ടുള്ള ഒരു കാത്തിരിപ്പ് നടത്തുന്നു. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ബ്രോസ്.